ഹലോ വെൽക്കം ബാക്ക് ടു മാജിക് ഇൻ ലുക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കുറേ നാളുകളായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഐറ്റമാണ് ബേബി ബൂട്ടീസ്. അപ്പോൾ ബേബി ബൂട്ടീസ് പല പാറ്റേണിലും മോഡലിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഒരു ബിഗിനർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബൂട്ടീസാണ് ഇന്നിവിടെ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രൊജക്ട്സും നമുക്കറിയാം. ഇപ്പോൾ ഏത് പ്ലൈയുടെ ആണാണോ 4 പ്ലൈ 6 പ്ലൈ അല്ലെങ്കിൽ 8 പ്ലൈ ആയിരിക്കും തിക്നെസ്. അത് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത് ഇതുവരെ കാണിച്ച എല്ലാ പ്രൊജക്ട്സും. പക്ഷേ ഈ ബൂട്ടീസ് നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. കാരണം സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ കിട്ടില്ല. അതായത് ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല, ഷേപ്പ് കറക്റ്റ് കിട്ടത്തില്ല. ഈ ഒരു കുറച്ച് കട്ടി വേണമല്ലോ ഇതിന്. ആ ഒരു കനം കിട്ടാനായിട്ട് നമ്മൾ 4 പ്ലൈയുടെ യാൺ പക്ഷേ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഡബിൾ തിക്നെസ്സിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ തിക്നെസ്സിൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രൊജക്റ്റിൽ നമുക്ക് അതെങ്ങനെയാണെന്നും കൂടെ പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ബൂട്ടീസ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഇത്രയും സ്റ്റിച്ചസ് അറിഞ്ഞിരിക്കണം. ഇതെല്ലാം നമ്മുടെ ബേസിക് സ്റ്റിച്ചസിന്റെ ക്ലാസ്സിൽ ഓൾറെഡി കവർ ചെയ്ത് പോയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ അഡീഷണൽ ആയിട്ട് ഒരു പുതിയ സ്റ്റിച്ച് ഇതിൽ പഠിക്കുന്നുണ്ട്, ഡബിൾ ക്രോഷ്യ 2 ടുഗദർ. അത് ആ ബൂട്ടീസ് ചെയ്യുമ്പോൾ അതിന്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് എടുത്തു പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ ഈ ഷൂവിന്റെ സോളും ബോഡിയും ഒരു 5 റൗണ്ട്സിൽ കംപ്ലീറ്റ് ചെയ്യും. അതിനുശേഷം പിന്നെ ഈ ഔട്ട്ലൈൻ ആഡ് ചെയ്ത് അത് ആ ഒരു ഷൂവിന്റെ പാർട്ടായിട്ട് തന്നെ വരും. ദെൻ ഈ ഒരു ഫ്ലവറിന്റെ മേക്കിങ്ങും കൂടെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ പറഞ്ഞ പോലെ 4 പ്ലൈയുടെ യാൺ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടും ഡബിൾ തിക്നെസ്സിലും 4mm ഹുക്കും യൂസ് ചെയ്തിട്ടാണ് ഈ ബൂട്ടീസ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ന്യൂ ബോൺ സൈസിലുള്ള ബൂട്ടീസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പറഞ്ഞ പോലെ ഇത് ഡബിൾ തിക്നെസ്സിലാണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് എങ്ങനെയാ യാൺ എടുക്കുക എന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പുതിയ യാൺ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഇങ്ങനെ 2 സൈഡ്സ് ഉണ്ടാവുമല്ലോ. അതിലെ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു എൻഡ് എടുക്കുക. നമ്മൾ സാധാ വർക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ എടുത്തങ്ങ് ചെയ്താൽ മതി. ഇതിപ്പോൾ ഡബിൾ തിക്നെസ്സിൽ ചെയ്യുന്നതുകൊണ്ട് ഒരു സൈഡ് നമ്മൾ എടുത്തില്ല. ഇപ്പോൾ ഞാൻ എടുത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എടുത്തിട്ട് അവിടെ ഒരു എൻഡ് ഉണ്ടാവും, അത് കണ്ടുപിടിക്കണം നെക്സ്റ്റ്. എന്നിട്ട് അതും കൂടെ എടുത്ത് ഇതിൻ്റെ കൂടെ ചേർത്ത് ഒരുമിച്ചിട്ടാണ് വർക്ക് ചെയ്യുക. ഇതിന്റെ സെന്ററിൽ നിന്നും ഇങ്ങനെ പുള്ളി ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആ എൻഡ് കിട്ടും. ഇതിങ്ങനെ അഴിച്ചെടുത്താൽ ഫൈനലി നമ്മുടെ മറ്റേ എൻഡ് കൂടെ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് ഈ നെക്സ്റ്റ് എൻഡും കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് എടുക്കുക. കണ്ടോ, അതായത് ഈ ബണ്ടിലിന്റെ നെക്സ്റ്റ് എൻഡും കിട്ടി. ഇനി നമ്മൾ ഈ 2 എൻഡ്സും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് ഡബിൾ തിക്നെസ്സിൽ വർക്ക് ചെയ്യാം. കണ്ടോ, ഇപ്പൊ 2 എൻഡ്സും കിട്ടി. ഇനി നമ്മൾ യൂഷ്വലി ചെയ്യേണ്ട സ്റ്റിച്ചസ് എല്ലാം ഇതിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ചെയ്യും. അപ്പൊ ഇത് 4 പ്ലൈയുടെ ആണ്. അപ്പൊ നമ്മളിങ്ങനെ ചേർത്ത് ചെയ്യുമ്പോൾ ഇതിന്റെ ടോട്ടൽ തിക്നെസ് എന്ന് പറയുന്നത് 8 പ്ലൈ ആയിരിക്കും. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് 4mm ഹുക്കാണ്. ഈ പറഞ്ഞ പോലെ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ആദ്യം തന്നെ 9 ചെയിൻസ് ഇടണം ഫൗണ്ടേഷൻ ആയിട്ട്. അപ്പൊ നമുക്കറിയാം ചെയിൻസിന്റെ ബേസ് അല്ലെങ്കിൽ ചെയിൻസ് ഇട്ട് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് വേണം. അപ്പൊ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ആഡ് ചെയ്യുക. ഈ സ്ലിപ്പ് നോട്ടും ചെയിൻസും അതിന്റെ സ്ട്രക്ചറും അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ബേസിക് സ്ലിപ്പ് നോട്ട് ആൻഡ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറഞ്ഞ ക്ലാസ്സിലുണ്ട്. അപ്പൊ അത് ആദ്യം കണ്ടതിന് ശേഷം അറിയാത്തവരാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പോൾ സ്ലിപ്പ് നോട്ട് ഇട്ടു, ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, 9 ചെയിൻസ് ആഡ് ചെയ്യാണ്. 1 2 3 4 5 6 7 8 and 9. അപ്പോൾ ചെയിൻസ് ആഡ് ചെയ്യുന്നതിന് ശേഷം ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക. 1 2 3 4 5 6 7 8 9. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസിക് ക്ലാസ്സിൽ എപ്പോഴും നമ്മൾ ഓരോ റോയും അതുപോലെ ചെയിൻസും ഒക്കെ ഇടുമ്പോൾ ഓരോ ഇത് കംപ്ലീറ്റ് ആവുമ്പോഴും നമ്മൾ അതിന്റെ നമ്പർ കൗണ്ട് ചെയ്ത് ഉറപ്പാക്കി പോകണം. അല്ലെങ്കിൽ ഒരു എണ്ണം മിസ്സായി കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ്ലി നമ്മുടെ പ്രൊജക്ടിന്റെ ഷേപ്പ് മാറും, പിന്നെ അത് ഇരട്ടിപ്പണിയാവും. അപ്പൊ നമ്മളിത് കൗണ്ട് ചെയ്ത് ഉറപ്പാക്കി. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് HDC എന്ന് പറഞ്ഞ സ്റ്റിച്ചാണ്. HDC ഹാഫ് ഡബിൾ ക്രോഷ്യ നമ്മൾ ബേസിക് സ്റ്റിച്ചസിന്റെ ക്ലാസ്സിൽ പഠിച്ച സ്റ്റിച്ചാണ്. അത് ഇനി 2 എണ്ണം ചെയ്തു കൊടുക്കണം. അതിന് ഏത് ചെയിനിലേക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതായത് ഈ ഹുക്കിൽ നിന്നും 3rd ചെയിൻ അതിലേക്കാണ് ഈ HDC സ്റ്റിച്ച് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇത് നമ്മുടെ വർക്കിംഗ് ലൂപ്പാണ് ഈ ഹുക്ക് കിടക്കുന്നത്. ഇത് നമ്മൾ ചെയിനായിട്ട് കൗണ്ട് ചെയ്യില്ല. നെക്സ്റ്റ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഒന്നുകൂടെ പറയുന്നത്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ ഹുക്കിൽ നിന്നും 3rd ചെയിൻ എന്ന് പറയുമ്പോൾ 1 2 3 ഇതാണ് 3rd ചെയിൻ. അതിലേക്ക് 2 HDC അതായത് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് അറിയാത്തവരാണെങ്കിൽ ബേസിക് സ്റ്റിച്ചസിന്റെ ക്ലാസ് കാണാം. അത് മേലെ ഐക്കാർട്ടിൽ എല്ലാത്തിന്റെയും ലിങ്ക് കൊടുത്തേക്കാം.
അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് HDC സ്റ്റിച്ച് ചെയ്തു. ഇനി സെയിം സ്പേസിലേക്ക് തന്നെയാണ് ഒരു HDC, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടെ വർക്ക് ചെയ്യാനായിട്ട് പോണേ. അപ്പൊ അങ്ങനെ നമ്മൾ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്തു. ഒരു സ്ലിപ്പ് നോട്ട്, 9 ചെയിൻസ് ആൻഡ് 2 HDC സ്റ്റിച്ചസ് എന്ന് പറയുമ്പോൾ ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് ബാലൻസ് ചെയിൻസ് ഉണ്ട് അല്ലേ, അതിലേക്കും കൂടെ ബാക്കി ചെയ്യാം. ബാക്കി സെയിം HDC സ്റ്റിച്ച് തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അത് 5 എണ്ണം, അതായത് തൊട്ടടുത്ത 5 ചെയിനിലേക്കും ഓരോ HDC സ്റ്റിച്ച് വീതമാണ് ചെയ്ത് കൊടുക്കുന്നത്. 1 2 3 4 5. അങ്ങനെ നമ്മൾ 5 HDC സ്റ്റിച്ചസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ബാലൻസ് നോക്കുകയാണെങ്കിൽ ഒരു ചെയിനാണ് ഇവിടെ ബാക്കിയുള്ളത് അല്ലേ, നെക്സ്റ്റിന് ബാലൻസ് ഒരു ചെയിനാണ് ബാക്കിയുള്ളത്. അതിലേക്ക് നമ്മൾ 6 HDC സ്റ്റിച്ചസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സെയിം ചെയിനിലേക്ക് 6 HDCs വർക്ക് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ ആ സെയിം സ്പേസിലേക്ക് തന്നെയാണ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, ആൻഡ് സിക്സ്ത്. അപ്പൊ ആ ലാസ്റ്റ് ചെയിനിലേക്ക് ഈ 6 HDCs ചെയ്തപ്പോൾ ഇതിങ്ങനെ കണ്ടോ, റൗണ്ട് ആയിട്ട് കിട്ടി. നമുക്കിനി ഇങ്ങോട്ട് തിരിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ റൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ കണ്ടോ, ഇവിടെ ഒരു ഹോള് വരും. നമ്മൾ സെയിം സ്പേസിലേക്കല്ലേ ഈ ഹുക്ക് പിന്നെയും ഇൻസേർട്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പൊ അത് ക്ലോസ് ചെയ്യാനായിട്ട് ഈ നിൽക്കുന്ന ഇത് കണ്ടോ, ഈ എൻഡ് പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ മതി, ഇത് ടൈറ്റ് ആയിക്കോളും. അങ്ങനെ പിടിച്ച് വലിച്ചു വെച്ചിട്ട് വേണം ബാലൻസ് പോർഷൻ വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അതോട്ട് ഹോളായിട്ട് കിടക്കും. അപ്പൊ ഇതിങ്ങനെ ടൈറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് പിന്നെ ഇനി നമ്മൾ ബാക്കി മുന്നേ ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുള്ള പോലെ ഈ എൻഡ് ഇതിന്റെ കൂടെ വർക്ക് ചെയ്ത് ഹൈഡ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് വീണ്ടും നെക്സ്റ്റ് 5 ചെയിൻസിലേക്ക് 5 HDCs ചെയ്യുക. അതായത് ഓരോ ചെയിനിലേക്ക് ഓരോ HDC സ്റ്റിച്ചസ് വീതം വർക്ക് ചെയ്യുക. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫ്ലിപ്പ് ചെയ്യുക. അപ്പൊ കണ്ടു, ഇവിടെ കറക്റ്റ് ഇതിന്റെ കാണാൻ പറ്റും. ഇത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ നമ്പർ കറക്റ്റ് ആയിട്ട് കിട്ടും. ഒന്ന് തിരിച്ചു നോക്കിയാൽ മതി. എന്നിട്ട് ഇങ്ങനെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കണ്ട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ വരണ്ടേ, ഇങ്ങനെയായിരിക്കും ഹുക്ക് ഇൻസേർട്ട് ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ നമ്മൾ നോർമലി ഇപ്പോൾ ഒരെണ്ണം ചെയ്തപ്പോൾ മനസ്സിലായി കാണും, ഒരെണ്ണം ചെയ്തു. ഇനി ബാലൻസ് ഉള്ള 4 എണ്ണത്തിലൂടെ അടുപ്പിച്ച് ഓരോന്നിലും ഓരോ HDC വീതം വയ്ക്കുക. സെക്കൻഡ് വണ്ണായി, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പൊ ഇത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ബാലൻസ് ഇങ്ങനെ ഈ എൻഡ് ഇതേപോലെ ഇങ്ങനെ ചേർത്ത് കൂടെ വർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഇത് ഹൈഡായി പോവുക കേട്ടോ. ഇനി നമുക്ക് ബാലൻസ് നോക്കിയാറിയാം. ഇവിടെ ഒരു സ്പേസ് ആണ് ഉള്ളത് കണ്ടോ, അതിലേക്ക് 3 HDC 3 ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യണം സെയിം സ്പേസിലേക്ക്. 1 ഈ ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ചെയ്യുന്നത് കൊണ്ട് കുറച്ച് ആദ്യമായിട്ടൊക്കെ ചെയ്യണവരാണെങ്കിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തില്ലേ സിംഗിൾ സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഓരോ സ്റ്റിച്ചസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താവുമല്ലോ നിങ്ങൾ ചെയ്ത് വന്നിട്ടുണ്ടാവുക. അതുപോലെ നമ്മുടെ ബേസിക് സ്റ്റിച്ചസ് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഒന്ന് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. എന്നിട്ട് ഇങ്ങനെയുള്ള പ്രൊജക്ട്സ് വർക്ക് ചെയ്യായിരിക്കും നല്ലത്. ഇനി സെക്കൻഡ് വൺ, തേർഡ്, 3 HDC സ്റ്റിച്ചസ് ഇപ്പൊ നമ്മൾ സെയിം സ്പേസിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് ഇങ്ങനെ ഒന്ന് ഇത് കറക്റ്റ് ഇത് ഇവിടെ ഉള്ള ചെയിൻസ് ഹൈഡായി പോവാതെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്ത് താഴത്തേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് ഇവിടെ കാണാൻ പറ്റില്ല. അതൊന്ന് കറക്റ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അപ്പോൾ കണ്ടു, ഇത് 1 2 നമുക്ക് കറക്റ്റ് ചെയിൻസ് മനസ്സിലായി. ഇവിടെ ഓൾറെഡി ഒരെണ്ണം ഉണ്ട്, അത് ഇത് ഇങ്ങനെ താഴത്തേക്ക് വലിച്ചു വെച്ചാലേ കാണുള്ളൂ. ഇവിടെ സെക്കൻഡ് വൺ ഉണ്ട്. ആ സെക്കൻഡ് വണ്ണിലേക്കാണ് നമ്മൾ ഈ റൗണ്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സെക്കൻഡ് വണ്ണിന്റെ ഈ 2 ലൂപ്പും, അതായത് നമ്മൾ ബേസിക് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട് ലൂപ്പ്, ബാക്ക് ബമ്പ്, അങ്ങനെ പല പല ഇതിന്റെ സ്ട്രക്ചർ പഠിച്ചപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരുന്നു ഒരു ചെയിൻ്റെ അല്ലേ. അപ്പൊ അതിലെ ഈ ഫ്രണ്ട് ലൂപ്പും ബാക്ക് ലൂപ്പും ചേർത്തിട്ട് വേണം ഹുക്ക് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇവിടെ.
ആദ്യം ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനെ ഫ്രണ്ട് ലൂപ്പ് കൂടെ കടത്തുക, എന്നിട്ട് ഇങ്ങനെ ബാക്ക് ലൂപ്പ് കൂടെ കടത്തുക. കണ്ടപ്പോൾ രണ്ടിലും കൂടെ കടത്താനായിട്ട് പറ്റും. അതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ക്ലോസ് ചെയ്യുന്നത്. അപ്പൊ സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാ ചെയ്യുക നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഞാൻ പുള്ള് ചെയ്ത് ഇതിൻ്റെ അകത്തൂടെ എടുക്കുക. അപ്പൊ ഇങ്ങനെ കിട്ടും 2 ലൂപ്സ് ആയിട്ട്. ഇങ്ങനെ നിർത്തല്ല ചെയ്യുക, നമ്മൾ ഈ വലിച്ചെടുത്തതിനെ ഈ നിൽക്കുന്ന ഓൾറെഡി ഇവിടെ ഉള്ള ഈ ലൂപ്പിന്റെ അകത്തൂടെ എടുക്കും. കണ്ടോ, ഇതാണ് ഒരു സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പൊ നമ്മുടെ റൗണ്ട് 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 2 ചെയ്യാം. അപ്പൊ റൗണ്ട് 2 നമ്മൾ ചെയ്യുന്നത് ഡബിൾ ക്രോഷ്യ അഥവാ DC എന്ന് പറഞ്ഞ സ്റ്റിച്ച് വെച്ചിട്ടാണ്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ 3 ചെയിൻസ് ഇടണം. 1 2 3 ചെയിൻസ് ഇട്ടു. എന്നിട്ട് ഇപ്പൊ ഇത് കണ്ടോ, ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സെയിം സ്പേസിൽ ഇങ്ങോട്ട് നമ്മൾ ആദ്യത്തെ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യുക. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് നമ്മുടെ ബേസിക് സ്റ്റിച്ചസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതാണ് ചെയ്ത് കൊടുക്കുന്നത്. ഈ സെയിം സ്പേസിലേക്ക് 3 ലൂപ്സ് കിട്ടും. അതിനെ ആദ്യത്തെ 2 കൂടെ എടുത്ത്, പിന്നെ ഇതാണ് നമ്മുടെ ഒരു DC എന്ന് പറഞ്ഞ സ്റ്റിച്ച്. അപ്പൊ ഒരു DC വർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് കണ്ടോ, ഇതാണല്ലേ നമ്മുടെ നെക്സ്റ്റ് ചെയിൻ. കണ്ടോ, അതിൻ്റെ അകത്തേക്ക് വീണ്ടും 2 DC, ആ സെയിം ഇതിലേക്ക് 2 DC വർക്ക് ചെയ്യണം. ഈ 2 ലൂപ്പിന്റെ അകത്തൂടെ, ഫ്രണ്ട് ലൂപ്പിന്റെയും ബാക്ക് ലൂപ്പിന്റെ അകത്തു കൂടെ ഇട്ടിട്ട് വേണം വർക്ക് ചെയ്യാനായിട്ട്. ഫസ്റ്റ് വൺ, സെക്കൻഡ്. സെയിം സ്പേസിലേക്ക് 2 DC വർക്ക് ചെയ്തു. വീണ്ടും ഈ മൂന്നാമത്തെ നെക്സ്റ്റ് ചെയിനിൻ്റെ അകത്തേക്ക് വീണ്ടും, അതായത് തൊട്ട് മുന്നത്തെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇട്ടോ, അതിൻ്റെ അകത്തേക്ക് വീണ്ടും 2 DC തന്നെയാണ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സെയിം സ്പേസിലേക്ക് 2 ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇത്രയും കംപ്ലീറ്റ് ആവുമ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ തൊട്ടടുത്ത 5 എണ്ണത്തിലും ഓരോ DC വീതം, അതായത് ഓരോ ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇത് ഈ 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യണം. എന്നിട്ട് ഓരോ DC വീതം ചെയ്യാം. 1 2 3 4 and 5. ഇനി നമ്മൾ ഈ റൗണ്ട് ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് നെക്സ്റ്റ് 6 സ്റ്റിച്ചസിൽ പ്രീവിയസ്ലി ചെയ്ത 6 HDC സ്റ്റിച്ചസിലേക്ക് 2 DC വീതമാണ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഓരോ ഇതിൻ്റെ അകത്തേക്കും ഓരോ DC അല്ലേ ചെയ്തേ, ഓരോ തൊട്ട് മുന്നത്തെ സ്റ്റിച്ചിലേക്കും. അതിന് പകരം ഇവിടെ ഈ സെയിം സ്പേസിലേക്ക് 2 എണ്ണം ചെയ്ത് കൊടുക്കുക. അങ്ങനെ 6 എണ്ണം ഇതിൽ അങ്ങനെ ചെയ്യണം. അപ്പൊ ടോട്ടൽ നമുക്ക് 12 DC കിട്ടും. ഇപ്പൊ ഇത് ഫസ്റ്റ് സെറ്റ് ചെയ്തു, സെയിം സ്പേസിലേക്ക് 2 എണ്ണം ചെയ്തു. അതുപോലെ 5 എണ്ണത്തിലും കൂടെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ വീണ്ടും തൊട്ടടുത്ത 5 എണ്ണത്തിൽ ഓരോ DC വീതമാണ് ചെയ്ത് കൊടുക്കുന്നത്. തൊട്ടടുത്ത ഓരോ സ്റ്റിച്ചസിലും ഓരോ DC വീതം, അങ്ങനെ 5 എണ്ണത്തിൽ ചെയ്യാം. ഇനി ഇവിടെ ബാലൻസ് ഉള്ളതിലേക്ക് എങ്ങനെയാന്ന് നോക്കാം. 2 എണ്ണം വീതം, അതായത് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തില്ലേ 2 2 2, അതുപോലെ തൊട്ടടുത്ത 3 എണ്ണത്തിലേക്ക് ഓരോ സ്റ്റിച്ചിലും 2 എണ്ണം വെച്ച് ചെയ്ത് കൊടുക്കുക. 1. ഇപ്പോൾ ഇവിടെ ഒരു സെറ്റായി. ഇനി തൊട്ടടുത്തതിലേക്ക് വീണ്ടും 2 എണ്ണം വെച്ച് ചെയ്യാം. 2
ലാസ്റ്റത്തേലേക്കും കൂടെ 2 വെച്ച് ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മുടെ റൗണ്ട് 2ഉം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ റൗണ്ട് 2 ചെയ്യുന്നതോടുകൂടി നമ്മുടെ സോൾ പാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്ത പോലെ സെക്കൻഡ് റൗണ്ടും ഇങ്ങോട്ട് ക്ലോസ് ചെയ്യണം. അപ്പോഴായിരിക്കും സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ്ലി ചെയ്തു എന്ന് പറയാം, ക്ലോസ് ആവുക. അപ്പൊ ഈ റൗണ്ടിന് ക്ലോസ് ചെയ്യേണ്ടത് മുന്നത്തെ പോലെ തന്നെ നമുക്കിവിടെ നോക്കി അറിയാം. ഇവിടെ ഒരു ചെയിൻ ഉണ്ട്, സെക്കൻഡ്, തേർഡ്. ഈ തേർഡ് ചെയിനിന്റെ ടോപ്പിലെ 2 ലൂപ്പിലേക്കും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ്. സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് റൗണ്ട് ക്ലോസ് ചെയ്ത പോലെ സെക്കൻഡ് റൗണ്ടും ഇവിടെ ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മുടെ സോൾ പാർട്ട് നമുക്കിവിടെ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഈ റൗണ്ട് നമ്മൾ ഈ സ്റ്റിച്ചസ് ഒന്ന് ഒന്ന് കൗണ്ട് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി നോക്കൂ, ഈ ഹുക്ക് ഇപ്പൊ കിടക്കുന്ന ആ ലൂപ്പുള്ള ഇത് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല, തൊട്ടടുത്ത് നമ്മളാണ് കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 and 34. ടോട്ടൽ 34 സ്റ്റിച്ചസ് ഉണ്ടായിരിക്കണം ഈ റൗണ്ട് 2 കംപ്ലീറ്റ് ആവുമ്പോൾ. 34 സ്റ്റിച്ചസ് നമുക്ക് കൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ഈ റൗണ്ട് കറക്റ്റ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാം. 34 സ്റ്റിച്ചസ് വേണം, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഇത്രയും ചെയ്തത് കറക്റ്റ് ആയിട്ടാണെന്ന് പറയാൻ പറ്റുക. അപ്പൊ ഇനി നമുക്ക് സോൾ പാർട്ട് കംപ്ലീറ്റ് ആയി. തൊട്ട് മേലേക്കുള്ള ഷൂവിന്റെ ബോഡി പോർഷൻ ചെയ്യാം. അതിനായിട്ട് HDC എന്ന് പറഞ്ഞ സെയിം സ്റ്റിച്ച് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് നമ്മൾ വർക്ക് ചെയ്യണതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇതുവരെയുള്ള എല്ലാം നമ്മൾ ഈ ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും യൂസ് ചെയ്തു. ഹുക്ക് ഇൻസേർട്ട് ചെയ്തത് ഈ 2 ലൂപ്സിന്റെ അകത്തൂടെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന ഈ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ടാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ HDC സെയിം സ്റ്റിച്ച് തന്നെയാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്കിനി തൊട്ടടുത്ത ഈ ലൂപ്പ് കിടക്കുന്നതല്ല, അതിന്റെ തൊട്ടടുത്ത ഈ സ്റ്റിച്ച് പ്രീവിയസ്ലി ചെയ്ത് ഈ സ്റ്റിച്ചിന്റെ അല്ലെങ്കിൽ ഈ ചെയിനിന്റെ ഈ ബാക്കിലെ ഈ ലൂപ്പിലൂടെ വർക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ yarn ഓവർ ചെയ്തിട്ട് ഈ ബാക്ക് ലൂപ്പിലൂടെ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് yarn പിടിച്ച് വലിക്കുക. അപ്പൊ 3 ലൂപ്സ് കിട്ടും. ഈ 3 ലൂപ്സിനെ കൂടെ ഒറ്റ ലൂപ്പാക്കി ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് HDC സ്റ്റിച്ച് നമുക്ക് കിട്ടി. അങ്ങനെ ഈ സെയിം വേ ഈ റൗണ്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്യണം. ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. അങ്ങനെ ഓരോന്നിലും ഓരോ HDC സ്റ്റിച്ച് വീതം വർക്ക് ചെയ്യാം. കണ്ടോ, ഇത്രയാകുമ്പോൾ തന്നെ നമുക്ക് ഡിഫറൻസ് മനസ്സിലാവും. ബാക്ക് ലൂപ്പ് മാത്രം യൂസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും നമ്മൾ വർക്ക് ചെയ്ത് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള. ഇത് കണ്ടോ, ഒരു നമ്മുടെ ബോഡി പോർഷൻ ഇങ്ങനെ അപ്പായിട്ട് അപ്പ് ഡയറക്ഷനിലേക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തൊട്ട് മുന്നത്തെ എല്ലാ സ്റ്റിച്ചിലേക്കും ഓരോ HDC വീതം വർക്ക് ചെയ്തു. ബാക്ക് ലൂപ്പിലേക്ക് മാത്രമാണ് വർക്ക് ചെയ്തത്. ഇനി നമ്മൾ ഇതും സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് റൗണ്ട് 3യും ക്ലോസ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ നോക്കിയാൽ 1 2 ബാലൻസ് ഉള്ളതിൽ കണ്ടോ 1 2 സെക്കൻഡ് ചെയിനിന്റെ ടോപ്പിലത്തെ 2 ലൂപ്പിലേക്കും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് മുന്നത്തെ റൗണ്ട് 1 കംപ്ലീറ്റ് ചെയ്ത പോലെ കണ്ടോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ റൗണ്ട് 3 ക്ലോസ് ചെയ്തു. അപ്പൊ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ സോളും ഷൂവിന്റെ ബോഡി പാർട്ടിലേക്കുള്ള ഫസ്റ്റ് റൗണ്ടും കിട്ടി. ടോട്ടൽ നോക്കുകയാണെങ്കിൽ ഇത് റൗണ്ട് 3 ആണ്. പക്ഷെ സോള് ഒഴിവാക്കിയിട്ട് നോക്കുകയാണെങ്കിൽ ഇത് ബോഡി പോർഷന്റെ ഫസ്റ്റ് റൗണ്ട് ആയിട്ട് വേണേൽ പറയാം.
അപ്പൊ നമ്മളിത് ചെയ്തു. ഇനിയിപ്പോൾ ഈ റൗണ്ട് 3 ചെയ്ത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് വീണ്ടും സ്റ്റിച്ച് കൗണ്ട് ചെയ്യുക. ഇപ്പൊ ഈ സ്റ്റിച്ച് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഇത് ഈ ലൂപ്പ് കിടക്കുന്നത്, അതല്ല എന്റെ തൊട്ടടുത്ത മുതൽ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 ആൻഡ് 34 സ്റ്റിച്ചസ് നമുക്ക് റൗണ്ട് 3 കംപ്ലീറ്റ് ആകുമ്പോഴും കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ട് 3 വർക്ക് ചെയ്തത് കറക്റ്റ് ആണെന്ന് പറയാം. പിന്നെ നമുക്ക് നെക്സ്റ്റ് റൗണ്ട് 4 സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ റൗണ്ട് 4 ചെയ്യാനായിട്ട് വീണ്ടും സിംപ്ലി ഒരു ചെയിൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു HDC സ്റ്റിച്ച് ഫസ്റ്റ് വർക്ക് ചെയ്യണം. അത് വർക്ക് ചെയ്യേണ്ടത് ഇപ്പൊ നമ്മൾ ഈ ചെയിൻ ഇട്ടില്ലേ, അത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത സെയിം സ്പേസിൽ, അതായത് ഈ സ്പേസ്, അതിലേക്ക് വേണം ഫസ്റ്റ് HDC ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഒരു 8 തൊട്ടടുത്ത 8 സ്റ്റിച്ചസിലേക്കും കൂടെ ഓരോ HDC വീതം വർക്ക് ചെയ്യണം. 1 കൗണ്ട് ചെയ്ത് തന്നെ ചെയ്യുക. 2 3 4 5 6 7 and 8. അപ്പൊ ടോട്ടൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 9 HDCs വർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ ഒരു പുതിയ സ്റ്റിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അതായത് ഇതുവരെ നമ്മൾ ഉള്ള ക്ലാസ്സിലൊന്നും കവർ ചെയ്തിട്ടില്ല. പുതിയൊരു സ്റ്റിച്ച്, അതായത് സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മെൻഷൻ ചെയ്ത ഡബിൾ ക്രോഷ്യ 2 ടുഗദർ എന്ന് പറഞ്ഞ പുതിയ സ്റ്റിച്ച്. അപ്പൊ അത് നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ഈ ഷൂവിന്റെ പാർട്ടായിട്ട് തന്നെ പഠിച്ചു പോവാം. അപ്പൊ അതിനായിട്ട് ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ആദ്യം അറിഞ്ഞിരിക്കണം. അത് നമ്മുടെ ബേസിക് ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പൊ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാണ്. ആദ്യം യാൺ ഓവർ ചെയ്തിട്ട് ഈ പ്രീവിയസ്ലി ചെയ്ത് ഒരു ചെയിൻ്റെ അകത്തൂടെ ഇൻസേർട്ട് ചെയ്തു, യാണിനെ പുൾ ത്രൂ ചെയ്തത്. അപ്പൊ 3 ലൂപ്സ് കിട്ടും. എന്നിട്ട് ആദ്യം ഈ 2 ലൂപ്പിന്റെ അകത്തൂടെ എടുക്കും, പിന്നെ ഈ 2 ലൂപ്പിന്റെ അകത്തൂടെ എടുക്കും. ഇതാണ് നമ്മുടെ ഒരു ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് അല്ലേ. പക്ഷേ നമ്മള് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ എന്ന് പറയുമ്പോൾ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ ഈ 2 തൊട്ടടുത്ത സ്റ്റിച്ചസിനെയും കൂടെ നമ്മൾ ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റും. അതാണ് ഈ 2 ടുഗദർ. അപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് കാണിച്ചു തന്നതാണ്. ഇതെല്ലാം നമ്മുടെ സ്റ്റിച്ച്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് അഴിക്കുന്നുണ്ട്. ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് നമ്മുടെ പുതിയ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡബിൾ ക്രോഷ്യ നമ്മൾ ഓരോന്നും ഇതായിരിക്കുമല്ലോ വർക്ക് ചെയ്യുക. പക്ഷെ ഇത് തൊട്ടടുത്ത 2 സ്റ്റിച്ചസിനെ കൂടി ഒറ്റ സ്റ്റിച്ചാക്കി നമ്മൾ മാറ്റുകയാണ്. ഡിക്രീസിങ് ആണ് ആക്ച്വലി ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന പോലെ ഇങ്ങനെ ചെയ്തു. ഇത് ഇത്രയും ഡബിൾ ക്രോഷ്യ ചെയ്യുന്ന അല്ലേ, അറിയാവുന്നവർക്ക് അറിയാം. ഡബിൾ ക്രോഷ്യ സ്റ്റിച്ചാണ് ഇത്രയും നേരം വർക്ക് ചെയ്ത്. ഇനിയിപ്പോൾ ഈ 2 ലൂപ്പിന്റെ അകത്തൂടെ വലിച്ച് അത് ഡബിൾ ക്രോഷ്യ മാറും. ഞാൻ അപ്പൊ അത് ചെയ്യുന്നില്ല. പകരം വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് തൊട്ടടുത്ത സ്റ്റിച്ചിന്റെ ഈ 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വീണ്ടും യാണിനെ പുൾ ത്രൂ ചെയ്യുന്നു. ഇപ്പൊ കണ്ടോ, ടോട്ടലി 4 ലൂപ്സ് ഉണ്ടാവും ഹുക്കില്. ഇനി ഈ ആദ്യത്തെ 2 ലൂപ്പിന്റെ അകത്തൂടെ ഒരു ലൂപ്പ് വലിച്ചെടുത്തു. അപ്പൊ നമ്മൾ 3 ലൂപ്സ് ബാലൻസ് ഉണ്ടാവും. ആ 3 ലൂപ്സിന്റെ അകത്തൂടെയും കൂടെ ഒരു പുതിയ ലൂപ്പ് വലിച്ചെടുത്തു. ഇതാണ് നമ്മുടെ പുതിയ സ്റ്റിച്ചായ ഡബിൾ ക്രോഷ്യ 2 ടുഗദർ. അപ്പൊ ഈ ഡബിൾ ക്രോഷ്യ 2 ടുഗദർ എന്ന് പറഞ്ഞത് ഈ 2 കൂടി, ഇത് 2ആണ് കണ്ടോ, ഈ 2 കൂടി ഒറ്റ സ്റ്റിച്ചാക്കി മാറ്റി. അതാണ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ എന്ന് പറഞ്ഞത് നമ്മുടെ പുതിയ സ്റ്റിച്ച്. സെയിം സ്റ്റിച്ച് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ 7 പ്രാവശ്യം കൂടെ ചെയ്തു കൊടുക്കണം. അതായത് ടോട്ടൽ നമുക്ക് 8 വേണ്ടത്. അതിൽ ഫസ്റ്റ് 1 നമ്മളിവിടെ ചെയ്തു. ഈ സെക്കൻഡ് വീണ്ടും ചെയ്യുക. ഈ തൊട്ടടുത്ത 2 സ്റ്റിച്ചസിലും കൂടിയാണ് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് യാൺ ഓവർ ചെയ്ത് ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, യാണിനെ പുൾ ത്രൂ ചെയ്ത് 3 ലൂപ്സ് ഉണ്ടാവും. ആദ്യത്തെ 2 ലൂപ്സിന്റെ അകത്തൂടെ വലിച്ചെടുത്തു. അപ്പൊ ബാലൻസ് 2 ലൂപ്സ് ഉണ്ടാവും. നമ്മൾ ഇതിന്റെ അകത്തൂടെ പുതിയ ലൂപ്പ് എടുക്കുന്നില്ല. പകരം വീണ്ടും യാൺ ഓവർ ചെയ്ത് തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തു, പുൾ ത്രൂ ചെയ്തു. 4 ലൂപ്സ് ഉണ്ടാകും. അതിന്റെ ആദ്യത്തെ 2 അകത്തൂടെ എടുത്തു. 3 ലൂപ്സ് ബാലൻസ് ഉണ്ടാവും. ആ 3 ലൂപ്സിന്റെ അകത്തൂടെ പുതിയ ലൂപ്സ് വലിച്ചെടുക്കുന്നു. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഡബിൾ ക്രോഷ്യ 2 ടുഗദർ എന്ന് പറഞ്ഞ സ്റ്റിച്ച് കിട്ടി. ഇത് ഫസ്റ്റ് 1, ഇത് സെക്കൻഡ് 1. ഇനി നമ്മൾ ബാലൻസ് 6 കൂടെ ചെയ്ത് കൊടുക്കാം.
ഇവിടെ 8 ഡബിൾ ക്രോഷ്യ 2 ടുഗദർ ടോട്ടൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാലൻസ് ഉള്ള 9 സ്റ്റിച്ചസ് ആയിരിക്കും കൗണ്ട് ചെയ്ത ബാലൻസ് ഉണ്ടാവുക. ആ 9ലേക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ്യ, അതായത് തൊട്ടപ്പുറത്തെ സൈഡിൽ സ്റ്റാർട്ട് ചെയ്ത പോലെ 9 HDCs ചെയ്ത് കൊടുക്കുക. കൗണ്ട് ചെയ്യുക. 1 2 3 4 5 6 7 8 and 9. അങ്ങനെ നമ്മുടെ റൗണ്ട് 4ഉം ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടോ? അപ്പൊ ആ ഷൂവിന്റെ ഷേപ്പ് ഫോം ആയി വരുന്നത് കാണാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഇതും ക്ലോസ് ചെയ്യണം. ഇതും ക്ലോസ് ചെയ്യേണ്ടത് നോക്കി അറിയാം. 1 2 ഈ സെക്കൻഡ് ചെയിന്റെ ടോപ്പിലെ 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ക്ലോസ് ചെയ്യാം. കണ്ടോ? അപ്പൊ നമ്മുടെ റൗണ്ട് 4 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇനി റൗണ്ട് 5 സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് സിംപ്ലി ഒരു ചെയിൻ ആഡ് ചെയ്യുക. ഇനി 9 HDCs വർക്ക് ചെയ്യണം. അതിനായിട്ട് ഈ ഓൾറെഡി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത ആ സ്പേസിലേക്കല്ല, തൊട്ടടുത്ത സ്പേസിലേക്ക് നമ്മൾ ഫസ്റ്റ് HDC ചെയ്യുക. ഇങ്ങനെ 8 HDC സ്റ്റിച്ചസ് കൂടെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത് തൊട്ട് മുന്നേ പഠിച്ച ഡബിൾ ക്രോഷ്യ 2 ടുഗദർ എന്ന് പറഞ്ഞ സെയിം സ്റ്റിച്ച് ആണ്. അത് നമ്പർ വ്യത്യാസമുണ്ട്. ടോട്ടൽ 4 എണ്ണം ആയിരിക്കണം ചെയ്തു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് 9 HDC സ്റ്റിച്ചസ് കൂടെ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മൾ 9 HDC സ്റ്റിച്ചസ് കൂടെ വർക്ക് ചെയ്തു. ഇനി സെക്കൻഡ് ചെയിനിലേക്ക് മുന്നത്തെ റൗണ്ട്സിലൊക്കെ ചെയ്ത പോലെ സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ട് ആ 2 ലൂപ്പിലും കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ച് ഈ റൗണ്ടും ക്ലോസ് ചെയ്യാം. അങ്ങനെ 5 റൗണ്ട്സ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ഷൂ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി നിൽക്കുന്ന യാൺ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയണം. പക്ഷെ കട്ട് ചെയ്ത് കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അത് കുറച്ച് നീട്ടിയിട്ട് കട്ട് ചെയ്യുക. കാരണം നീഡിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ലെങ്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തു. ഇനി നമുക്ക് അത് ഹൈഡ് ചെയ്യണം. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നേയായിട്ട് ഈ കാണുന്ന ഒരു ഫ്ലവറും ഈ ഒരു ഔട്ട്ലൈനും നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അത് കുറച്ചുകൂടെ എസ്തെറ്റിക്കലി കുറച്ചുകൂടെ നല്ലതാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ 2 കാര്യങ്ങളും കൂടെ ചെയ്യാം. ആദ്യം തന്നെ ഈ ഒരു ഔട്ട്ലൈൻ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് മുന്നേ ഈ ഒരു യാണിന്റെ ബാക്കി ഹൈഡ് ചെയ്യാനായിട്ട് നമ്മൾ ഈ നീഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. സാധാരണ എല്ലാ പ്രൊജക്റ്റിലും ചെയ്യുന്ന പോലെ തന്നെ. എന്നിട്ട് ഈ ഷൂവിന്റെ അകത്ത് കൂടെയുള്ള സ്റ്റിച്ചസിൽ കൂടെ ജസ്റ്റ് കടത്തി കൊടുക്കുക. അടുത്തടുത്ത് ഏതെങ്കിലുമൊക്കെ സ്റ്റിച്ചിന്റെ അകത്തൂടെ കടത്ത്. ഇന്ന സ്റ്റിച്ച് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ കുറച്ചങ്ങോട്ട് ഒരു കുറച്ച് ലെങ്ത് ചെയ്യുമ്പോഴത്തേനും അത് നല്ല ടൈറ്റായി ഹൈഡ് ആയിക്കോളും. അപ്പൊ ഇനി നമുക്ക് ബാലൻസ് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അങ്ങനെ ഒരു സംഭവം ചെയ്തു തന്നെ അറിയില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷൂടെ ഫിനിഷ് ചെയ്തു. ഇനി ഔട്ട്ലൈൻ നമുക്ക് വർക്ക് ചെയ്യാം. അപ്പൊ അതിനായിട്ട് ഈ യെല്ലോ സ്റ്റാൻഡേർഡ് ആണ് ഡബിൾ 4 പ്ലൈഡ് തന്നെയാണ്. അത് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അതും ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് ലെങ്ത് നീട്ടിയിട്ടിട്ട് ആദ്യം തന്നെ ഒരു സ്ലിപ്പ് നോട്ട് അറ്റാച്ച് ചെയ്യുക. കാരണം ആ ഒരു എൻഡും നമുക്ക് ഇതുപോലെ നീഡിൽ വെച്ച് ഹൈഡ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് അപ്പൊ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടുക. എന്നിട്ട് ഇനി നമുക്ക് ഇത് ഈ ടോപ്പിലേക്ക്, ഈ ഷൂവിന്റെ ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് എവിടെയെങ്കിലും ഒരു ഭാഗത്തായിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഹുക്ക് കടത്തി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡിഫറെന്റ് കളറിയാണ് അറ്റാച്ച് ചെയ്യുന്നത്. മുന്നേ പല ക്ലാസ്സിലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിനായിട്ട്
ജസ്റ്റ് അടുത്ത ചെയിൻ്റെ അകത്തൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് വലിച്ചെടുത്തിട്ട് നമ്മുടെ സ്ലിപ്പ് നോട്ടിൻ്റെ ആ ലൂപ്പിൻ്റെ അകത്തൂടെ എടുക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഒന്നുകൂടെ നോക്കുക. അടുത്ത സ്റ്റിച്ചിലൂടെ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു ലൂപ്പ് വലിച്ചെടുത്ത് ഓൾറെഡി ആ ഹുക്കിലുള്ള ലൂപ്പിൽ കൂടെ എടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അങ്ങനെ നമ്മൾ ഓരോ സ്റ്റിച്ചും ഒന്നുപോലും സ്കിപ്പ് ആവാതെ കംപ്ലീറ്റ്ലി ചെയ്തിട്ട് ഈ ഒരു ഔട്ട്ലൈൻ ആ ഒരു ടോപ്പ് റൗണ്ട് മൊത്തം ഫിനിഷ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ഔട്ട്ലൈൻ ആ ടോപ്പ് റൗണ്ട് മൊത്തമായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എൻഡും ആ നീഡിൽ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു അലവൻസ് വിട്ടിട്ട് നീട്ടി ഇട്ടിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് സാധാ ചെയ്യുന്ന പോലെ ആ ലൂപ്പിൻ്റെ അകത്തൂടെ വലിച്ചെടുത്ത് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ എൻഡ്സ് രണ്ടും നമുക്ക് ഹൈഡ് ചെയ്യാനുള്ളതാണ്. ഇൻ കേസ് ഇനിയിപ്പോൾ ഹൈഡ് ചെയ്തില്ല ഇതിങ്ങനെ വെറുതെ ഇടുവോ അല്ലെങ്കിൽ ഒരു ബോ ആയിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ പോലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടാവും. അതൊക്കെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഇവിടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. നീഡിൽ അറ്റാച്ച് ചെയ്ത് വൈറ്റ് യാൻ നമ്മൾ നേരത്തെ ഹൈഡ് ചെയ്തില്ലേ, സെയിം വേ ഇതൊന്ന് ഹൈഡ് ചെയ്യാൻ പോവാണ്. ഇത് ഹൈഡ് ചെയ്യുമ്പോൾ ആ യെല്ലോയുടെ അകത്ത് കൂടെ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വേറൊരു കളറാണല്ലോ അതുകൊണ്ട്. അപ്പൊ നമുക്ക് ഇതും ഒരു നീഡിൽ അറ്റാച്ച് ചെയ്ത് ആ യെല്ലോ സ്റ്റിച്ച് പോകുന്നതിന്റെ അകത്ത് കൂടെ തന്നെയായിട്ട് ഹൈഡ് ചെയ്യാൻ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അതും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ലെങ്ത്തിൽ ചെയ്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. അതും അവിടെ സെക്യൂർലി ഹൈഡ് ആയിട്ടുണ്ടാവും. ഇനി മറ്റേ സൈഡും സെയിം വേ ഒന്ന് ഹൈഡ് ചെയ്തെടുക്കുക. അപ്പോഴത്തേനും നമ്മുടെ ഷൂ ഈ കാണുന്ന പോലെ ഫിനിഷ് ആയിട്ടുണ്ടാകും. ഇനി നമുക്ക് നെക്സ്റ്റ് ആ ഒരു ഫ്ലവർ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഹുക്ക് ഒന്ന് മാറ്റിയെടുക്കുന്നുണ്ട്. 3.5 mm ഹുക്ക് എടുക്കണേ. കാരണം 4 mm അത്രയ്ക്ക് ഒരു സൈസ് ആവശ്യമില്ല അതുകൊണ്ട്. പിന്നെ അതുപോലെ യാണ് സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയാണ് യൂസ് ചെയ്യാനുമായിട്ട് പോകുന്നത്. അതുപോലെ ഇതിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റിച്ചസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ ഫ്ലവർ ചെയ്യുന്നത് മാജിക് റിങ്ങും ട്രിപ്പിൾ ക്രോഷ്യറ്റും എന്ന സ്റ്റിച്ചും യൂസ് ചെയ്തിട്ടാണ്. രണ്ടിൻ്റെയും നമ്മൾ ഓൾറെഡി ക്ലാസ്സസ് കഴിഞ്ഞതാണ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ മാജിക് റിംഗ് ആണ് ഇടുന്നത്. മാജിക് റിംഗ് ഇടാൻ അറിയാത്തവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സിന്റെ ലിങ്ക് മേലെ ഐക്കാർട്ടിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം, അത് കാണുക. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു മാജിക് റിംഗ് ഇട്ട് കൊടുക്കുക. ദെൻ ഒരു 3 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. സിംപ്ലി 3 ചെയിൻസ് ഇട്ട് കൊടുക്കുക. നോർമൽ 3 ചെയിൻസ് ഇട്ടു. എന്നിട്ട് ഇനി വർക്ക് ചെയ്യുന്നത് ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ആണ്. അതും നമ്മുടെ ബേസിക് സ്റ്റിച്ചസിന്റെ ക്ലാസ്സിലാണ് കവർ ചെയ്തിട്ടുള്ളത്, ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യുക. അത് നെക്സ്റ്റ് ഒരു 3 എണ്ണം ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് വൺ ചെയ്യുക. അപ്പൊ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് 2 എണ്ണം കൂടെ അടുപ്പിച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ റിങ് ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്യുക. അത് ഈ എൻഡ് പിടിച്ച് വലിച്ചാൽ മതി, നമുക്കറിയാം. അപ്പൊ അങ്ങനെ ചെറുതായിട്ടൊന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം വീണ്ടും 3 ചെയിൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 3 ചെയിൻസിനെ നമ്മൾ ആ മാജിക് റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്യാണ്. അത് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും കംപ്ലീറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ടാവും. ഇതൊരു 5 പെറ്റലുള്ള ഫ്ലവർ ആണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ കണ്ടോ, ഒരു പെറ്റൽ കിട്ടി. ഫ്ലവറിന്റെ സെയിം വേ നമ്മൾ ഇനി 4 പെറ്റലും കൂടെ ചെയ്യണം. അപ്പൊ വീണ്ടും ഇപ്പൊ ചെയ്ത അതേ സ്റ്റെപ്സ് ആണ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്. 3 ചെയിൻസ് ആദ്യം ആഡ് ചെയ്യണം. പിന്നെ 3 ട്രിപ്പിൾ ക്രോഷ്യ സ്റ്റിച്ചസ് വർക്ക് ചെയ്യണം. പിന്നെ വീണ്ടും 3 ചെയിൻസ് ഇട്ടിട്ട് അത് സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് മാജിക് റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഓരോ പെറ്റലും ചെയ്തെടുക്കുന്നത്. ഇതിപ്പോ സെക്കൻഡ് പെറ്റലായി. അങ്ങനെ ബാക്കി പെറ്റൽസ് കൂടെ ചെയ്തെടുക്കാം.
അങ്ങനെ ലാസ്റ്റ് പെറ്റലും സ്ലിപ്പ് സ്റ്റിച്ച് ഉപയോഗിച്ച് മാജിക് റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മാജിക് റിങ്ങിന്റെ സ്റ്റാർട്ടിലെ ആ എൻഡ് പിടിച്ച് വലിച്ച് നടുവിലത്തെ ഹോൾ എത്രത്തോളം ക്ലോസ് ചെയ്യാൻ പറ്റും അത്രത്തോളം ക്ലോസ് ചെയ്യുക. എന്നിട്ട് ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന യാണിന്റെ എൻഡ് അവിടെ കട്ട് ചെയ്യുക. എന്നിട്ട് എപ്പോഴും ചെയ്യുന്ന പോലെ ആ ലൂപ്പിന്റെ അകത്തൂടെ വലിച്ചെടുത്ത് ക്ലോസ് ചെയ്യുക. അപ്പൊ നമ്മുടെ ഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ എൻഡ്സ് കട്ട് ചെയ്ത് കളയരുത്. ഈ എൻഡ്സ് പറഞ്ഞ പോലെ ആദ്യത്തെ എൻഡ് പിടിച്ച് വലിച്ചാൽ അത് സെന്ററിലെ ഹോൾ ക്ലോസ് ആയി കിട്ടും. അത് നന്നായിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പിന്നെ ഈ 2 എൻഡ്സ് നമുക്ക് ആവശ്യമാണ്. കാരണം ഇത് വെച്ചിട്ടാണ് നമ്മൾ ആ ഷൂയിലേക്ക് ഇത് ടൈ ചെയ്ത് പിടിപ്പിക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഇതൊന്ന് ജസ്റ്റ് പൊസിഷൻ ചെയ്യുക. അതായത് ഇത് എവിടെയാണ് വെക്കേണ്ടതെന്നുള്ള ഒരു പൊസിഷൻ കണ്ടുപിടിക്കുക. ഞാൻ ലെഫ്റ്റ് ഷൂവിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തും റൈറ്റ് ഷൂവിന്റെ റൈറ്റ് സൈഡിലേക്ക് ചേർത്തിട്ടുമാണ് വെക്കുന്നത്. അപ്പൊ ഇത് റൈറ്റ് ഷൂ ആണ്, റൈറ്റ് ലെഗിന്റെ ഷൂ ആണ്. അപ്പൊ അവിടെ ജസ്റ്റ് ഒരു സ്ലൈറ്റ്ലി റൈറ്റ് സൈഡിലേക്ക് ചേർത്ത് ഫ്ലവർ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അങ്ങനെ പൊസിഷൻ ചെയ്യുക. പൊസിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ഹുക്ക് യൂസ് ചെയ്തിട്ട് ഈ എൻസിനെ ഷൂവിന്റെ അകത്തേക്ക് വലിച്ചെടുക്കണം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അതിന്റെ മേലെ വെക്കുമ്പോൾ അത് എവിടെയാണോ വരുന്നത്, ഇത് ഷൂവിന്റെ ഇടയ്ക്കുണ്ട് ഓരോ ഹോൾസ് നമുക്ക് കാണാൻ പറ്റും ഓരോ സ്റ്റിച്ചസിന്റെയും. ജസ്റ്റ് ആ യാൺ എവിടെയാണോ ആ എൻസ് ഫ്ലവറിന്റെ എൻസ് വന്ന് നിൽക്കണേ അതിലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് വെറുതെ ഇങ്ങനെ ആ എൻസിനെ അകത്തേക്ക് പുൾ ചെയ്തെടുക്കുക. 2 ഗ്യാപ്സിലായിട്ട് സെയിം ഗ്യാപ്പിലൂടെ എടുക്കരുത്. ഏതെങ്കിലും 2 ഡിഫറെന്റ് ഗ്യാപ്സിലൂടെ അതങ്ങോട്ട് അകത്തേക്ക് പുൾ ചെയ്തെടുത്തിട്ട് അകത്തേക്ക് നന്നായി ടൈ ചെയ്ത് വെക്കുക. കണ്ടോ, ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് ടൈ ചെയ്ത് ഉറപ്പിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോലെ അകത്തേക്ക് പുറത്തേക്ക് കാണാത്ത രീതിക്ക് നമുക്ക് വേണമെങ്കിൽ നീഡിൽ ഉപയോഗിച്ച് തന്നെ ഇത് ഹൈഡ് ചെയ്യാം. നേരത്തെ ഒക്കെ നീഡിൽ ഉപയോഗിച്ച് യാണൻസ് ഹൈഡ് ചെയ്ത പോലെ. അതല്ലെങ്കിൽ ജസ്റ്റ് അത് ഇവിടെ വെച്ച് കട്ട് ചെയ്ത് എന്തെങ്കിലും ഗ്ലൂ വെച്ച് സെക്യൂർ ചെയ്യാം. പക്ഷെ ചില ഗ്ലൂസ് യൂസ് ചെയ്യുമ്പോൾ അതിങ്ങനെ കുറച്ച് കട്ടി പിടിച്ച് നിന്നിട്ട് ബേബീസിന്റെ കാലിലൊക്കെ കൊണ്ട് അത് ബുദ്ധിമുട്ടായിരിക്കില്ല. അതുകൊണ്ട് ഗ്ലൂസ് മാക്സിമം ഒഴിവാക്കാൻ നോക്കുക. എന്നിട്ട് ഈ നീഡിൽ ഉപയോഗിച്ചിട്ടോ ഹുക്ക് ഉപയോഗിച്ചിട്ടോ ഇത് നമുക്കിങ്ങനെ അകത്തേക്ക് കാണാത്ത പോലെ ഹൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഫ്ലവർ അറ്റാച്ച് ചെയ്യൽ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ ആണ്. ഇനി നമുക്ക് ഫൈനലി ആ ഒരു ബട്ടണും കൂടെ വെച്ചാൽ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആവും. അപ്പം നമുക്ക് ഈ ബട്ടൺ സ്റ്റിക്ക് ചെയ്യാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഫെവിക്വിക്ക് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ആ ഗ്ലൂ വെച്ചിട്ട് അത് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ഫ്ലവറിന്റെ നടു. അതല്ലെങ്കിൽ പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത്, നമുക്ക് ആ ബട്ടന്റെ ഹോളിൽ കൂടെ സാധാരണ നമ്മൾ ബട്ടൺസ് പിടിപ്പിക്കുന്ന പോലെ ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബട്ടൺ നമ്മൾ അറ്റാച്ച് ചെയ്തു ഫൈനലി. അപ്പൊ നമ്മുടെ ഷൂ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇതിപ്പോ നമ്മൾ ന്യൂ ബോൺ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ ഇത് ഡിഫറെന്റ് സൈസിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ മെയിൻലി യൂസ് ചെയ്യുക ഹുക്ക് സൈസ് മാറ്റുകയാണ് ചെയ്യുക. ഇപ്പൊ ഇത് 4mm ഹുക്ക് വെച്ചിട്ടില്ലേ ചെയ്ത്, അതിന് പകരം കുറച്ചുകൂടെ ബിഗ്ഗർ സൈസിലുള്ള ഹുക്ക് എടുക്കും. അതുപോലെ ഞാനും കുറച്ച് തിക്നെസ് കൂടുതലുള്ളത് എടുക്കും. ഇപ്പോൾ 8 പ്ലൈയുടെ ഞാൻ ഡബിൾ തിക്നെസ്സിൽ എടുത്ത് ഒരു ബിഗ്ഗർ ഹുക്ക് സൈസും കൂടെ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സെയിം പാറ്റേൺ തന്നെ, പക്ഷെ ഈ ഒരു സൈസ് ഷൂ ആയിരിക്കത്തില്ല നമുക്ക് കിട്ടുക. അതുകൊണ്ട് യൂഷ്വലി അങ്ങനെയാണ് ചെയ്യുക, ഹുക്ക് സൈസ് മാറ്റും. അതുപോലെ ഞാനിന്റെ തിക്നെസ് മാറ്റിയിട്ടാണ് ഇതിന്റെ സൈസ് ഡിഫറെന്റ് സൈസിൽ ഷൂസ് ചെയ്യുന്നത്. പിന്നെ അതല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിപ്പോ ഈ പാറ്റേൺ അല്ലേ നമുക്കിതിപ്പോ ചെയ്ത് വന്നോണ്ട് അറിയാം 9 ചെയിൻസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ 9 ചെയിൻസ് ഉള്ളത് നമുക്ക് നമ്പർ കൂട്ടാൻ പറ്റും. അതായത് 9 ഉള്ളത് ഓഡ് നമ്പറിൽ ആയിട്ട് കൂട്ടാം. അതായത് 11, 15 അങ്ങനെ കൂട്ടാം. അങ്ങനെ കൂട്ടിയിട്ട് നമ്മുടെ ആ ഫ്രണ്ടിൽ ഡബിൾ ക്രോഷ്യ 2 ടുഗദർ സ്റ്റിച്ചസിന്റെ നമ്പർ സെയിം ആയിരിക്കും. അതായത് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 8 ചെയ്തു, പിന്നത്തെ റൗണ്ടിൽ അത് 4 ആയി, അത് സെയിം ആയിരിക്കും. പക്ഷെ സൈഡിലായി HDCs 9 HDC ചെയ്ത സ്ഥാനത്ത് നമ്മൾ എത്ര ചെയിൻസ് ആണോ ഇടുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഇടുന്നത് ആ നമ്പറായി മാറും. അങ്ങനെ നമുക്ക് ഇതിന്റെ ലെങ്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഡിഫറെന്റ് സൈസിൽ ഷൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഇതുപോലെ ഒരു നല്ലൊരു ട്യൂട്ടോറിയൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.